നമസ്കാരം. വയനാട് ദുരന്തത്തിന് ശേഷം അവിടെ ഇപ്പോൾ ടൗൺഷിപ്പുകളടക്കം 178 വീടുകൾ നിർമ്മിച്ച് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ ടൗൺഷിപ്പിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രചരണം മുന്നോട്ട് വച്ചിരുന്നു. അതായത് വയനാട് ദുരന്തം നടന്നപ്പോൾ കേന്ദ്രമന്ത്രി അവിടെ വന്നു, എല്ലാവിധ സഹായവും നൽകാം, പദ്ധതികൾ സമർപ്പിച്ചാൽ മതി എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രധാനമന്ത്രി അവിടെ വാഗ്ദാനം നൽകുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി പോകുന്നു. പിന്നീട് ഒരു സഹായവും കേരളത്തിന് നൽകിയില്ല എന്നാണ് ഇതുവരെ ഇടതു വലത് മുന്നണികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 178 വീടുകളുടെ താക്കോൽ ദാനം പ്രഖ്യാപിക്കുമ്പോഴും മുഖ്യമന്ത്രി കേന്ദ്ര അവഗണനയെക്കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു. പക്ഷേ സത്യത്തിൽ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി നുണ പറയുകയായിരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2026 മാർച്ച് മാസം 9-ാം തീയതി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കേരള സർക്കാരിന് അയച്ച ഒരു കത്തിലാണ് കേന്ദ്ര സഹായത്തോടുകൂടി വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നതായി പരാമർശിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കേന്ദ്ര സഹായത്തോടു കൂടിയാണ് അവിടെ ടൗൺഷിപ്പ് നടക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണം നടത്താനായി കേന്ദ്രം സഹായിച്ചുവെന്ന് മാത്രമല്ല, പൂർണ്ണമായും കേന്ദ്ര സഹായത്തോടു കൂടിയാണ് അവിടെ ടൗൺഷിപ്പ് നിർമ്മാണം നടക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് ആ കത്തിലുള്ളത്. 2025 ഫെബ്രുവരി മാസം 17-ാം തീയതി അവിടെ സ്പെഷ്യൽ സെൻട്രൽ അസിസ്റ്റൻറ്റ് ടു സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പദ്ധതി പ്രകാരം 529.5 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ തുക പലിശയില്ലാതെ അരനൂറ്റാണ്ടുകൾക്ക് ശേഷം തിരിച്ചടച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു ഗ്രാൻഡ്, അങ്ങനെയുള്ള ഒരു തുക, ആ തുകയാണ് ഈ പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാരിന് വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റ് പ്രത്യേക സഹായം വഴി അനുവദിച്ചാൽ ആ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വിവിധ കേന്ദ്ര ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രമുള്ള സർക്കാരാണ് കേരള സർക്കാർ. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് പോലും നൽകിയ സർക്കാർ ഗ്രാൻഡ് ഈ സംസ്ഥാന സർക്കാർ വകമാറ്റി എന്ന് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ വയനാട് ദുരിതാശ്വാസത്തിനുള്ള തുക ഒരു കാരണവശാലും വകമാറ്റി ചെലവഴിക്കാതെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായി ഉപയോഗിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാത്രം ഉപയോഗിക്കാവുന്ന തരത്തിൽ ഈ പറയുന്ന പദ്ധതി വഴി 529.5 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുവദിച്ചത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 351 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ ഈ ടൗൺഷിപ്പ്. അതായത് 530 കോടി അനുവദിക്കുന്നു, 351 കോടി രൂപയുടെ ടൗൺഷിപ്പ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നു. ഇതാണ് അവിടെ ഉണ്ടായത്. മറ്റുള്ള പ്രചരണങ്ങൾ എല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കത്ത് തെളിവായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നൽകുന്നത്. അതായത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വെറുതെ വന്നു പോവുകയില്ല. വയനാട് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുക്കാനായി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്ന ഓരോ തുകയും അത് കേന്ദ്ര സഹായത്തിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 260 കോടി രൂപ മറ്റ് ചെലവുകൾക്കും, അതായത് അവിടെ നിന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനടക്കമുള്ള തുക കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് 530 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഈ തുക ചെലവഴിക്കുന്ന മുറയ്ക്ക് കൂടുതൽ തുക അനുവദിക്കാമെന്നും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, വെള്ളാർ സ്കൂൾ പൂർണ്ണമായും നശിച്ചിരുന്നു ഈ ഉരുൾപൊട്ടലിൽ. ആ സ്കൂളും സംസ്ഥാന സർക്കാർ നിർമ്മിക്കുകയാണ് എന്നാണ് ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. 3.4 കോടി രൂപയുടെ കേന്ദ്ര സഹായം ആ സ്കൂളിനും ലഭിച്ചിട്ടുണ്ട്. കാരണം ആ സ്കൂൾ നിന്ന സ്ഥലം പ്രധാനമന്ത്രി നേരത്തെ തന്നെ സന്ദർശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിനടക്കം പ്രത്യേക സഹായം, അതോടൊപ്പം ടൗൺഷിപ്പിനുള്ള സഹായം, ഇതെല്ലാം 1 രൂപ ഇല്ലാതെ പൂർണ്ണമായും നിർവഹിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. അതിനു പുറമെ 700 കോടിയിൽ പരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ തുക ഇതുവരെ പൂർണ്ണമായും വിനിയോഗിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും CPIM-ഉം അതുപോലെ തന്നെ UDF-ഉം ഉന്നയിക്കുന്ന വാദഗതികൾ എല്ലാം പൂർണ്ണമായും കളവാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ സഹായത്തോടു കൂടിയാണ് ടൗൺഷിപ്പ് വയനാടിൽ ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. വെബ് ഡെസ്ക്
തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.